കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഇഷ്ടങ്ങൾ പറയുന്നവരേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം കഷ്ടങ്ങൾ പറയുന്നവരെയാണ്. കാര്യം നമുക്ക് അവരോടുള്ള ഇഷ്ടവും അവർക്ക് നമ്മളോടുള്ള ഇഷ്ടവും കൊണ്ടാണല്ലോ ഈ കഷ്ടങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇഷ്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഥകൾ പറയുന്ന ഈ ലോകത്ത് ഇഷ്ടങ്ങൾ മാത്രം പറയാൻ എത്തിയിരിക്കുന്ന മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികൾക്കും എൻ്റെ നമോമാണ്. തേജാലക്ഷ്മി, ഹായ്. അഫ്രൻ, ഹായ്. നിവേദ്യ, ഹായ്. ആദിത്യ. ഹായ്. അപ്പോൾ സൂപ്പർ കിഡ്സിൻ്റെ ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ട് പാടാം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, കരിങ്കല്ലാണ്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടരയ്യ, നാണം കൊണ്ട് നാണം കോണുങ്ങുന്നയ്യ. നാണമുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു എരിവിരി കൊണ്ടിട്ട് നാണം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇല്ലേ? നാണമാകുന്നു. ഇല്ലേ? എനിക്ക് നാണമില്ല. നാണമില്ല? നാണമേ ഇല്ല. ഇല്ല. പേരെന്താണ്? തേജാലക്ഷ്മി. തേജാലക്ഷ്മി. എവിടെയാണ് സ്ഥലം? പാലക്കാട്. പാലക്കാട്. കാടങ്കിക്കാട് പാലക്കാട്, നാടങ്കി നാട് വയനാട്, പുരമെങ്കിൽ പുരം തിരുവനന്തപുരം. അപ്പൊ പാലക്കാട് കൊങ്ങാട്. അപ്പൊ കോഴിക്കോടോ? കോഴിക്കോട്. കോടങ്കിക്കോട് കോഴിക്കോട് അല്ലേ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ കൊങ്ങാട് കുറച്ച് മിമിക്രിക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്, സംഗീതം പഠിക്കുന്നവരുടെ നാടാണ്, നല്ല വയലുകളുള്ള നാടാണ്. പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറയായിരുന്നു, ഇപ്പൊ കല്ലറയായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. കൊങ്ങാടാണ് വീട്. അച്ഛൻ്റെ പേരെന്താണ്? സുമേഷ് ബാബു. സുമേഷ് ബാബു. ഒരു പേരും ഇല്ലെങ്കിൽ രണ്ട് പേര്, ആ പേരില്ലെങ്കിൽ ഈ പേര്. സുമേഷ് എന്ന് വിളിക്കാം. ബാബു എന്നാരുടെ പേരാണ്? അത് പപ്പൻ്റെ തന്നെ പേരാ. ആഹാ, സുമേഷ് ബാബു അല്ലേ? ആയിക്കോട്ടെ. അമ്മച്ചിയുടെ പേരോ അമ്മയുടെ പേരോ? അനിത. അനിത. നല്ല പേരാണ്. രണ്ടും നല്ല പേരാണ്. ഈ ചേച്ചിയുടെ പേരോ? പൂജാലക്ഷ്മി. പൂജ. തണുത്ത വെള്ളം കിട്ടുന്നത് പൂജ അല്ലേ? പൂജ. പൂജ നല്ല വാക്കാണ്. എല്ലാവരും പറയും ഞാൻ ഇന്ന് പൂജയെടുപ്പിന് പോവുകയാണ്, ഞാൻ പൂജക്ക് പോവുകയാണ്, ഞാൻ പൂജ കഴിക്കാൻ പോവുകയാണ്, ഞാൻ പൂജ അല്ലേ? അമ്പലത്തിൽ പോകാറുണ്ടോ? ഏതമ്പലത്തിലാണ് പോകാറ്? ഗുരുവായൂർ. ഗുരുവായൂർ. എത്ര പ്രാവശ്യം പോയി? 100 പ്രാവശ്യം. 100 പ്രാവശ്യം പോയി. ഇനിയും 100 പ്രാവശ്യം അതിനും അപ്പുറം പോകാൻ കഴിയണം. ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറഞ്ഞൊരു സുഖം തന്നെയാണ്. അവിടെ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്കും ചേച്ചിക്കും നല്ല ബുദ്ധി കിട്ടണം. അപ്പൊ രണ്ടുപേർക്കും ബുദ്ധി ഇല്ലെന്ന് ഉറപ്പായി. എനിക്കും ചേച്ചിക്കും നല്ല ബുദ്ധി കിട്ടണം. സാധാ ബുദ്ധി പോലും ഇല്ല, നല്ല ബുദ്ധി കിട്ടണം. കിട്ടിയോ? കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി പോകുമ്പോ കൂടുതൽ കിട്ടും. പിന്നെ എന്ത് പ്രാർത്ഥിക്കും? അമ്മയും അപ്പയും പിണങ്ങാതിരിക്കണേ. അപ്പൊ ഇടക്ക് പിണക്കമുണ്ടെന്ന് അർത്ഥം. അതായത് ഇവര് പിണങ്ങാതിരിക്കണേ എന്ന്. ഇപ്പൊ പിണങ്ങുന്നത് പോലെ ഇനി പിണങ്ങരുത്. പിന്നെ ഞാനും ചേച്ചി നല്ലോണം പഠിക്കണം. പഠിക്കുന്നില്ലെന്നർത്ഥം. അപ്പോ നല്ല പോലെ പഠിക്കണം, നല്ല ബുദ്ധി വേണം, അമ്മയും അച്ഛനും പിണങ്ങാതിരിക്കണം. പിന്നെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ആകെ 2 പ്രശ്നങ്ങളാണ്, പൂജയും തേജി അല്ലേ? പൂജയും തേജിയാണ് പ്രശ്നങ്ങൾ. ഇവർ രണ്ടും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്ത് പ്രാർത്ഥിക്കും? പിന്നെ ചേച്ചിനെക്കാളും കൂടുതൽ സൗന്ദര്യം എനിക്ക് തരണേ. ഇപ്പൊ സൗന്ദര്യം ഇല്ലേ? അത് മേക്കപ്പ് ഇട്ടോണ്ടല്ലേ. ചിരിച്ചേ ഒന്ന്. അയ്യോ, എത്ര പല്ലുണ്ട്? 10-32 പല്ലേ പാടുള്ളൂ. പക്ഷേ 10-65 പല്ലുണ്ടല്ലോ. അത് പപ്പന്റെ പല്ല് എനിക്ക് കിട്ടിയത്. അപ്പൊ അപ്പക്ക് പല്ലില്ല. അമ്മയെ അച്ഛനെ പിണങ്ങോ? ഇപ്പൊ പിണങ്ങില്ല, പണ്ട് പിണങ്ങായിരുന്നു. പണ്ട് എന്തിനാ പിണങ്ങണത്? ഞാനും ചേച്ചി ഉറങ്ങുമ്പോ അമ്മ ഞങ്ങളുടെ ഇടം പക്ഷെ പാപ്പ വരുമ്പോ പപ്പ കഴിക്കണം, അവിടെ അമ്മ ഇരിക്കണം പറഞ്ഞിട്ടാ വഴക്കിട. പപ്പ ചോറ് കഴിക്കുന്നിടത്ത് അമ്മ ഇരിക്കണം. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് അമ്മ ഒന്നും ഇരിക്കില്ലേ? പപ്പ കഴിക്കുന്നിടത്ത് ഇരിക്കണം. ഞങ്ങള് കഴിക്കുമ്പോ അമ്മ ഉറങ്ങും. നിങ്ങൾ കഴിക്കുമ്പോ ഉറങ്ങും. പപ്പ കഴിക്കുമ്പോഴോ? പാപ്പന്റെ അടുത്തിരിക്കും. എന്നിട്ട് പാപ്പയ്ക്ക് മാതളങ്ങ പൊളിച്ചു കൊടുക്കും. മാതളങ്ങ പൊളിച്ചു കൊടുക്കും. പിന്നെന്ത്? പിന്നെ ഓറഞ്ച്, മാങ്ങ, ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളെ കിടത്തി ഉറക്കുകയും ചെയ്യും. അതായത് കുട്ടികൾ കിടന്നുറങ്ങി കഴിയുമ്പോൾ കുട്ടികളെ ഉറക്കിയിട്ട് ഈ അച്ഛന് അമ്മ മാതളങ്ങ, പപ്പങ്ങ, എന്താണ് ഓറഞ്ച്, പൈനാപ്പിള് ഒക്കെ പൊളിച്ചു വെച്ച് കൊടുക്കുക. അപ്പോ അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആരും കൂടി ഉണ്ടാവണം? മക്കളുണ്ടാകണമെന്നല്ല, അമ്മ ഉണ്ടാകണം അല്ലേ? ചോറൊക്കെ വാരി കൊടുക്കുവോ? ഇല്ല. തനിയെ വാരി തരും. നിങ്ങൾക്ക് ആരെങ്കിലും വാരി തരുമോ? ചെറിയ കുട്ടിയാകുമ്പോ ചേച്ചി എനിക്ക് വാരി തരും. ചേച്ചിക്ക് ആര് വാരി കൊടുക്കും? ചേച്ചി ചെറിയ കുട്ടിയാകുമ്പോ അമ്മ വാരി കൊടുക്കും. അമ്മ ചെറിയ കുട്ടിയായിരുന്നപ്പോ ആര് വാരി കൊടുത്തു? അമ്മമ്മ വീട്ടിലുണ്ടോ? അമ്മമ്മയുടെ പേരെന്താണ്? പുഷ്പാവതി. നിങ്ങൾക്ക് ഓറഞ്ച്, മുന്തിരി, ആപ്പിളൊന്നും തരാത്ത എന്താണ്? അതാ
ഞാൻ എന്തെങ്കിലും രാത്രി കഴിച്ചാൽ എൻ്റെ പല്ല് കേടാൻ വേണ്ടി തരില്ല, പപ്പയ്ക്ക് വെക്കും. പപ്പയുടെ പല്ല് മൊത്തം കേടാണ്. പപ്പ മെലിഞ്ഞിട്ടാണ്, തടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. തടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പിളും മുന്തിരി ഓറഞ്ചൊക്കെ വലിച്ചു വാരി കൊടുക്കണം. ഒരു പമ്പ് എടുത്തിട്ട് കാറ്റടിച്ചിട്ട് ബലൂൺ അങ്ങനെയല്ലേ നമ്മള്? അതേമാതിരിയാണ് അമ്മ പപ്പന് ചെയ്യുന്നത്. ആണല്ലേ? കാറ്റടിച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ രണ്ടുപേരും വലിയ തടിയില്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതൊന്നും തരാത്തത്? ഞങ്ങൾക്ക് അമ്മ ചോറ് മാത്രമേ തരുള്ളൂ. എന്താ ഇങ്ങനെ കുട്ടികൾക്ക് ഈ ചോറും സാമ്പാറും കൊടുത്തിട്ട് ഹസ്ബൻഡിന് കാശ് മുടക്കി സാധനം മേടിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അമ്മ കഴിക്കുമോ ഇതൊക്കെ? പപ്പയ്ക്ക് കൊടുത്തിട്ട് പപ്പ ബാക്കി അയച്ചാത്തോളെ ബാക്കി തിന്നും. ബാക്കിയൊക്കെ തിന്നും. അതായത് ഒരു 4 എണ്ണം പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പപ്പ കൊടുത്തിട്ട് ബാക്കി 3 എണ്ണം മമ്മി തിന്നും. ചില സമയത്ത് ഞങ്ങൾ അമ്മൻ്റെ വീട്ടിലാക്കിയിട്ട് അമ്മയ്ക്ക് പപ്പ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. ശരിക്ക് പറഞ്ഞാൽ അച്ഛന് ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ അച്ഛൻ ആരും അറിയാത്ത അമ്മയ്ക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. എന്നിട്ട് അമ്മയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു, 2 ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അപ്പം എന്ത് വാങ്ങിച്ചു തന്നു? ഞങ്ങൾക്കൊരു മനസ്സിലുണ്ട്. വലുതാവുമ്പോൾ ആരായി തീരണമെന്നാണ് ആഗ്രഹം? സയന്റിസ്റ്റ്. എന്ത് കണ്ടുപിടിക്കും? അമ്മയും പപ്പയും പണ്ട് പിണങ്ങിയിട്ടുണ്ട്. പണ്ട് പിണങ്ങിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കും. അതിന്റെ ഒരു അംശം കണ്ടുപിടിച്ച് കൊണ്ടുവരും. പപ്പ പറഞ്ഞു എനിക്ക് സയന്റിസ്റ്റ് ആകാനുള്ള കഴിവൊന്നുമില്ല, നീ ഇക്കണക്കിന് പഠിച്ച നിനക്ക് സയന്റിസ്റ്റ് ഒന്നും ആകാൻ പറ്റും. എന്താകാൻ പറ്റും? പപ്പൻ്റെ അപ്പം വേണമെങ്കിൽ ഇച്ചിരി ബിസിനസ് ചെയ്യാ പറഞ്ഞു. ബിൽഡിംഗ് അല്ല, സോറി, ബിൽഡിംഗ് അല്ല, ബിൽഡർ. പപ്പ പറയണത് ഈ കണക്കിന് പോയാൽ സയന്റിസ്റ്റ് ആകാനുള്ള സാധ്യതയൊന്നും കുറവാണ്, നീ എൻ്റെ ബിസിനസ്സിൽ പതുക്കെ സഹായിച്ചാൽ മതി, അങ്ങനെ നമുക്ക് പോകാമെന്നാണ് പറയണത്. എന്തായാലും പപ്പയുടെ ആഗ്രഹവും മക്കളുടെ ആഗ്രഹവും ഒരുമിച്ച് നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കൊങ്ങാട് നല്ലൊരു സയന്റിസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂജ നല്ലൊരു എന്താ പറയണത് ഡോക്ടർ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ സുഖലോലുപതനായി എന്താ പറയണത് സുഖിച്ച് അങ്ങനെ എല്ലാം ഇതൊക്കെ സഹിച്ച് സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. എന്താ പറയേണ്ടത്, എന്താ ചോദിക്കുന്നത്, എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം തരണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. എന്താണ് പേര്? അഫ്രോദ. അഫ്രൻ. ക്ലാസ്സിലൊക്കെ പോകണമെന്നൊക്കെ താല്പര്യം തുടങ്ങിയോ? പോകാറുണ്ടോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? LKG-ലായി. ആരാ ടീച്ചർ? മിച്ചി. മിസ്. മിച്ചി എന്നാ കേൾക്കണം. ഞാൻ മിച്ചി എന്നാ കേട്ടത്. സ്കൂളിന്റെ പേരെന്താണ്? UKG-യും AKG-യുമാണ് സ്കൂള് അല്ലേ? പാപ്പിച്ചയുടെ പേരെന്താന്ന് പറഞ്ഞത്? ജറാഫുദ്ദീൻ. ജറഫുദ്ദീൻ ആണോ? ഷറഫുദ്ദീൻ. ഉമ്മാന്റെ പേരാ? ഷെഫി. ശരി. ആരോടാ കൂടുതൽ ഇഷ്ടം? വാപ്പിച്ചോടാണ് ഇഷ്ടം. എന്താണ് വാപ്പിച്ചോട് കൂടുതൽ ഇഷ്ടം വരാൻ കാരണം? ഉമ്മി ചേച്ചി ഉമ്മി വാപ്പിച്ച തറയെത്തി ചോറ് വാപ്പിച്ച് തറയെന്ന് ചോറ് ഉമ്മി ചമ്മയിച്ച തറയിച്ച് ചോറ് ചേച്ചി ചോറ് ചമ്മയിക്കുന്നില്ല. തറയിലിരുത്തി ഭക്ഷണം കൊടുക്കണ എന്താണ്? കടയിൽ നിന്ന് വന്നാൽ അഴുക്കല്ലേ, പിന്നെ താറയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, തെറ്റിലൊന്നും കയറി ഇരിക്കാൻ നിൽക്കണ്ട. എന്താ വാപ്പിച്ചിക്ക് ജോലി? എങ്ങനെ? അപ്പൊ അതിന്റെ അർത്ഥം അതായത് ബാപ്പാന്റെ ജോലി ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ബാപ്പാന്റെ തറയിലിരുത്തുന്നു, സെറ്റി കയറി ഭക്ഷണം കഴിക്കാൻ ഉമ്മി സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചേ? എനിക്ക് പിടുത്തം കിട്ടിയില്ല. എന്തെന്ന്? പിന്നീട് മനസ്സിലായത് ആക്രി കച്ചവടം നടത്തിക്കൊണ്ട് ബാപ്പ വരുമ്പോൾ അഴുക്കാണ്, അതുകൊണ്ട് താഴെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ഇതല്ലേ സത്യം? ആരുടെ മോനാണ് മോൻ? ഉമ്മിച്ചിയുടെയാണോ ബാപ്പിച്ചിയുടെ മോനാണോ? ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാനൊരു മിഠായി തന്നാൽ ആർക്കൊണ്ടേ കൊടുക്കും? സുരേഷ് ഗോപി. വേറെ ആർക്കൂല. ഞാനൊരു മിഠായി തന്നാൽ വാപ്പിച്ച് കൊടുക്കും, ഉമ്മിച്ച് കൊടുക്കും, സുരേഷ് ഗോപി കൊടുക്കും. സിനിമയിൽ അഭിനയിക്കണോ? ആരെയാണ് ഇഷ്ടം? സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം?
അപ്പൊ പുള്ളേ പോയി ദാ വന്നു ദേ പോയി ദാ വന്നു അപ്പൊ പുള്ളേ ഉമ്മയും ബാപ്പയും പഠിച്ചെന്നാ ഉമ്മയും ബാപ്പിയും പഠിപ്പിച്ചെന്നാണാ ഉമ്മി ബാപ്പാനെ വിളിക്കുന്നത് ആ പുല്ല്. അപ്പൊ ബാപ്പ പറയും ദാ പോയി ദേ വന്നു. മനസ്സിലായ? അല്ലാണ്ട് അവിടെ സുരേഷ് ഗോപി അനുകരിക്കണല്ല. ഈ ഉമ്മിച്ചിക്ക് ആര് വരുന്നതാണ് സന്തോഷം വീട്ടിൽ? ബാപ്പിച്ച് വരുന്നതാണ് സന്തോഷം. ബാപ്പിച്ച് പോകുമ്പോ സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷമല്ല. എങ്ങനെ ഇരിക്കും ഫേസ്? വരുമ്പോഴാ ചിരിക്കട എങ്ങനെയാണ് ഉമ്മിച്ചി? നല്ല ചിരി ആരുടെ? ഈ ആരെങ്കിലും വരുമ്പോ ഉമ്മിച്ച് കുറ്റം പറയും? ഓ വരുന്നുണ്ട് വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയും. ആരുടെ ഉമ്മി? പാപ്പിച്ചിയുടെ ഉമ്മി വരുമ്പോ പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്കാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റത്തില്ല, ആഴ്ച മാത്രം കാണാം. നന്നായിട്ടുണ്ട്. എഴുതിയ ആള് പൊറുക്കുക, പാടിയ ആള് പൊറുക്കുക. ചുറ്റിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല, അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും അപ്പൊ വളരെ നന്ദി. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയും ഉണ്ടൊക്കെ ചുറ്റി വരേണ്ടതിന് പകരം മഞ്ഞ പൂവൊക്കെ എടുത്ത് ചുറ്റി ഈ മതലെ പതിക്കണ വലിയ സ്റ്റിക്കറൊക്കെ ഫെവിക്കോളിന്റെ പശക്ക് തേച്ച് പിടിപ്പിച്ച് നാളെ വലിച്ച് പറിച്ച് കളഞ്ഞ് ആകെ മെടുക്കിയായി സ്വർണ്ണപാദസരം, സ്വർണത്തിന്റെ പാതുകം. ഉലൻദേവിയാണോ റാണിയാണോ ആരാണെന്ന് എനിക്കറിയില്ല. പേരെന്താണ്? നിവേദ്യ. നല്ല പേര്. പേര് നല്ലത്. അച്ഛന്റെ പേരെന്താണ്? ഫിനീഷ്. അമ്മയുടെ പേരോ? ശില്പ. അനിയത്തിയുടെ പേരോ? വൈഗ. മോന്റെ പേരോ? നിവേദ്യ, വൈഗ, ശില്പ, ഫിനീഷ്. ഇനി ആരുമില്ല. ഓക്കെ. എവിടെയാണ് വീട്? ആറമ്പള്ളി, തൃശ്ശൂര് ആറമ്പള്ളിയിലാണ്. ആനയെ കണ്ടിട്ടുണ്ടോ? പൂരം കാണാൻ പോയിട്ടുണ്ടോ? ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. തൃശ്ശൂർ ജനിച്ച് വളർന്നിട്ട് പൂരം കാണാൻ ഇതുവരെ കൊണ്ടുപോയില്ലെങ്കിൽ നഷ്ടം, കഷ്ടം. കൊണ്ടുപോകണം. ആനയെ കാണിക്കാൻ കൊണ്ടുപോകണം. ഇല്ലേ? വീട്ടിൽ ആന വരാറുണ്ടോ? അമ്മ അച്ഛൻ എന്തെന്നാ വിളിക്കുന്നത്? വിനു. അച്ഛൻ അമ്മയെ എന്ത് വിളിക്കും? ശിൽപ്പു. അതായത് വിജു എന്ന് വിളിക്കുമ്പോ ശിൽപ്പു. ശില്പയെന്നാണെങ്കിലും ശിൽപ്പു. ആ പൂവാണോ ഇരിക്കുന്നത്? അമ്മയുടെ വീട് എവിടെയാണ്? കങ്ങോട്. അച്ഛന്റെ വീടാ? അച്ഛന് വീടില്ല. അച്ഛൻ ആറമ്പള്ളിയിലാണ്. അച്ഛന് പ്രത്യേകിച്ച് വീടൊന്നുമില്ല, അമ്മയ്ക്കേ വീടുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും താമസിക്കുന്നത്. അച്ഛന്റെ ജോലി എന്താണ്? കാർപ്പൻറ്റർ. കാറിന്റെ പണിയാണോ? പിന്നെ മരപ്പണിക്കാരനെ കാർപ്പൻറ്റർ എന്നാണ് പറഞ്ഞ? മരപ്പണി എന്ന് പറയില്ലേ? ഞങ്ങളുടെയൊക്കെ മരപ്പണി എന്നാ പറഞ്ഞ. അവിടെ കാർപ്പൻറ്റർ എന്നാ പറഞ്ഞ? കാർപ്പൻറ്റർ എന്നാണ് പറഞ്ഞത്. അച്ഛൻ നല്ല മരപ്പണിക്കാരനാണ്. അമ്മ നല്ല എന്താ പണി? കമ്പ്യൂട്ടർ. അച്ഛൻ അങ്ങോട്ട് മരപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ അമ്മ കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. നമ്മുടെ പ്രധാന പണി. വീട്ടിലെ പണിയൊക്കെ ആരാ എടുക്കുന്നത്? പാവം. അച്ഛാമ്മയും അമ്മയും കൂടി തകൃതിയായിട്ട് വീട്ടുപണി എടുക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അമ്മ കമ്പ്യൂട്ടറിലേക്ക് കയറുന്നു. അച്ഛൻ പാവം മരപ്പണി എടുത്ത് വരുന്നു. തളർന്ന് രാത്രി പണിയും കഴിഞ്ഞൊക്കെ വരുമ്പോൾ അച്ഛന് അമ്മ ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമോ? ദേഷ്യപ്പെടുവോ? വഴക്കടിക്കുമോ? ഇതുവരെ വഴക്കുണ്ടായിട്ടില്ല. നോ. പാട്ടൊക്കെ പാടുവോ? ഒരു പാട്ട് പാടിക്കും, ഞാൻ കേൾക്കട്ടെ. ചന്തം ഏലിണ്ടോടി താമര ചന്തം ഏലിണ്ടോടി മാരുവി ചന്തം ഏലിണ്ടോടി മാമ്പഴം ചന്തം അമ്മലിട്ട് പൊട്ടു കുട്ടിയോ ഞാനിതെന്ന് അറനേരിയ പുന്നാരം കുയിരേ. ആരാ പഠിപ്പിച്ചത് ഈ പാട്ട്? പാട്ട് കേട്ടതാ. പാട്ട് കേട്ടതാ. എവിടെയാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? മിനിഷ. മിനിഷ.
ഓ നല്ല ടീച്ചറാണ്. മിനിഷ ടീച്ചർക്കും കുട്ടിയിലെ ക്ലാസ്സിലെ മറ്റേ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു. മിടുക്കത്തിയാണ് കേട്ടാ. അപ്പം ഇനിയും ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച് ആരായി തീരുമെന്നാണ് പറഞ്ഞത്? ആരാവും വളർന്ന് വലുതാവുമ്പോൾ? ഏത് സ്കൂളിലെ ടീച്ചർ? അംഗനവാടിയുടെ ടീച്ചർ ആയാൽ മതി. വലിയ ടീച്ചറൊന്നും ആവണ്ട, അംഗനവാടിയുടെ ടീച്ചർ ആകണം. അതാവുമ്പോൾ കിടന്ന് കുട്ടികളുമായിട്ട് മലയുദ്ധം നടത്തുകയും ചെയ്യാം ഇല്ലേ? അപ്പം അംഗനവാടിയുടെ ടീച്ചർ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെ വന്ന് നമ്മളെ സുന്ദരനും സുമുഖനുമായ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ചന്ദനപ്പൊട്ടിൻ്റെ വട്ടം കുറഞ്ഞാലും അല്ലേ യാതൊരുവിധ കുഴപ്പമുണ്ടാകില്ല എന്ന് കരുതിയാണ് ഇരിക്കുന്നത്. മിടുക്കനാണ്. പേരെന്താണ്? ആദിത്യന്റെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അമ്മയും ചേട്ടനും അമ്മാമ്മയും മാമനും ആന്റിയും. ഒരു കുടുംബം അങ്ങനെ പോന്നിട്ടുണ്ട് നിങ്ങൾ. ഈ വീട്ടിൽ ആരുമില്ല? ഉണ്ണി. ഇനി വേറെ ആരുമില്ല? ചേട്ടന്റെ പേരെന്താണ്? അക്ഷയ്. അമ്മയുടെ പേരെന്താണ്? മിനി. മിനി. അമ്മൂമ്മയുടെ പേരോ? രാധ. അച്ഛന്റെ പേരെന്താണ്? ജയൻ. 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 മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ പ്രതീകമായ ജയനാണോ? നല്ല മസലൊക്കെയുള്ള? പിന്നെ മസലില്ലാത്ത ജയനാണ്. വീട്ടിൽ സാഹസിക പ്രവൃത്തി എന്തെങ്കിലും കാണിക്കുവോ? കുതിരയെ തടകുവോ? അച്ഛൻ കുതിര ഇങ്ങനെയൊക്കെ തടയൊക്കെ ചെയ്യും. മസലൊന്നുമില്ല. പാപമാണ്. അച്ഛൻ്റെ പേരെന്താണ് എന്ന് പറഞ്ഞു? ജയനാണെന്ന് അറിഞ്ഞു പറഞ്ഞു. അച്ഛൻ്റെ ജോലി എന്താണ്? ടൈലർ. ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് തയ്യപ്പണി ചെയ്യുന്നു, അതല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകളുമായിട്ടിരുന്ന് തയ്യപ്പണി ചെയ്യുന്നു, അതാണ് ജോലി. വീട്ടിൽ തന്നെയാണോ? അല്ലല്ല. ഷോപ്പുണ്ടോ? ഗൾഫിലാണ്. അച്ഛൻ വിളിച്ചു? ആരെയും വിളിച്ചു? അമ്മയെ. അപ്പം നിങ്ങളോട് സംസാരിച്ചു? എന്ത് പറഞ്ഞു? ഓണം നന്നായിട്ട് ആഘോഷിച്ചു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ബഹറിലാണ്. അപ്പം അച്ഛനോട് എന്ത് പറഞ്ഞു? പോയി സാരില്ല, അവിടെ തന്നെ നിന്നു, ഞങ്ങളിവിടെ നന്നായിട്ട് ഓണം ആഘോഷിച്ചോളാം എന്ന് പറഞ്ഞു. പായസം വെച്ചോന്നൊക്കെ അച്ഛൻ ചോദിച്ചോ? അപ്പം എന്ത് പറഞ്ഞു? ഹോട്ടലിൽ നിന്നാണ് വെച്ചത്? വീട്ടിൽ അമ്മ പപ്പടം പഴം പായസം ഉണ്ടാക്കി തന്നു? വെച്ചു. എന്ത് പായസമാണ് വെച്ചത്? എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിച്ചത്? ഒരുമിച്ചിരുന്നാണോ? മാവേലി വന്നോ? കണ്ടോ? വല്ലതും പറഞ്ഞോ? ഒന്നും മിണ്ടിയില്ല. മാവേലിയോട് നിങ്ങൾ വല്ലതും പറഞ്ഞോ? ഒന്നും മിണ്ടിയില്ല. പാട്ട് പാടും. ഒരു പാട്ട് പാടും. ഗൾഫിലുള്ള അച്ഛൻ ബഹറിലിരുന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ അച്ഛനും കൂട്ടുകാർക്കും വേണ്ടി നാട്ടിൽ നിന്നും മകൻ പാടും. പാട്ടുമൂലി വന്നു ഞാലി പൂങ്കതളിയാകെ നിറഞ്ഞു. പോകാൻ ധൃതിയുള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ധൃതിയാണ്. ഒട്ടെന്തോ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് ആകെ നിറഞ്ഞു, ആകെ നിറഞ്ഞു. കാറ്റേ നീ പൂക്കാൻ പറ്റത്തില്ല, കാറ്റും പോകുന്നു. ചില സമയത്ത് CD സ്പീഡാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളൊന്നും. ആരായിത്തീരും വലുതാവുമ്പോൾ? സയന്റിസ്റ്റ് അല്ലെങ്കിൽ പൈലറ്റ്. സയന്റിസ്റ്റ് ആയിക്കഴിഞ്ഞാണെന്ന് പൈലറ്റ് എങ്ങോട്ട് പോകണമെന്ന് കണ്ടുപിടിക്കാൻ, പൈലറ്റ് യാത്ര തിരിക്കാൻ, അച്ഛൻ ബഹറിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, അത് പൈലറ്റായി ശേഷം ചെന്ന് പറന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ കുടുംബമായിട്ട് ബഹറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് പോകണമെന്ന് താല്പര്യമുണ്ടോ? മോന് പോകണമെന്നുണ്ടോ? അപ്പം അച്ഛനോട് ആഗ്രഹം പറഞ്ഞോ? അച്ഛനെന്ത് പറഞ്ഞു? കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞു? ജോലിയൊക്കെ കിട്ടും. പഠിക്കുവോ? ക്ലാസ്സിൽ മിടുക്കൻ ആരാണ്? വേറെ. അതൊരു നല്ല സത്യം പറഞ്ഞു. നുണ പറയില്ലെന്ന് ഉറപ്പാണ്. അമ്മുമ്മ ആളെങ്ങനെയുണ്ട്? അമ്മുമ്മ എന്തോ കുഴപ്പമുണ്ട്? വഴക്ക് പറയുമോ? ചീത്ത പറയും? വീട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മ ചീത്ത പറയുന്ന ആരാണ്? ഈ അമ്മ. അമ്മ തല്ലുവോ? ഡെയിലി തല്ലുവോ? ചില ദിവസങ്ങളിൽ. ഒന്നട വിട്ട് ചൂരലിനാണ് ഈർക്കിലിക്കാണോ പഠിക്കുക? ഏതോ മുഴുവൻ പഠിക്കാണ്? ചൂരൽ. അതിനുവേണ്ടി സെപ്പറേറ്റ് ചൂരലുണ്ടോ? അമ്മാവരുടെ വീട്ടിലല്ല, എൻ്റെ വീട്ടിലില്ല. അവിടെ വെച്ചാണ് തല്ലി കിട്ടുന്നത്? എൻ്റെ വീട്ടിൽ അമ്മ വെല്ലം മരുത്തുനിന്ന് ഓടിക്കും. എന്തിനാ തല്ലുന്നത്? ഞാൻ കുറുമ്പ് കാണിക്കും. കുറുമ്പ് കാണിക്കാതിരുന്നാൽ പോരെ? വെറുതെ തല്ലി പിടിച്ച് കൂട്ടുന്നത് എന്തിനാണ്? അപ്പൊ അമ്മൂമ്മ അതിന്റെ ഇടയിൽ വീഴുവോ? തല്ലല്ലേ എന്ന് പറയൂ? തല്ലല്ലേ എന്റെ മോനെ തല്ലി കൊല്ലല്ലേ അങ്ങനെ പറയൂ? അപ്പൊ അമ്മ എന്ത് പറയും? അമ്മ നരടിക്കും. അമ്മൂമ്മനോട് എന്ത് പറയും? അമ്മൂമ്മ അങ്ങനെ പറയുമ്പോ തല്ലല്ലേ എന്റെ മോനെ തല്ലി കൊല്ലല്ലേ എന്ന് പറയുമ്പോ അമ്മ എന്ത് പറയാം അമ്മൂമ്മനോട്? അമ്മ അവനെ നിക്ക് അവനടിക്കുന്നു. അമ്മ അവിടെ നിക്ക് ഞാൻ ഇവനെ തല്ലി കൊന്നോട്ടെ എന്ന് അമ്മൂമ്മ തല്ലാറുണ്ട്. അമ്മൂമ്മ അമ്മൂമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും കൂടി നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ കിട്ടുമായിരുന്നു. ഇത്രക്കും കുരുത്തക്കേട് കുറുമ്പും കയ്യിലില്ല. അച്ചടിക്കില്ല. എന്താ കാര്യം? അച്ഛൻ തല്ലേ ഇല്ല. നാട്ടിലില്ലാത്തത് കൊണ്ടാണ് പൊന്നുമകനെ
സിദ്ധാർത്ഥ കിട്ടാത്ത അല്ലെങ്കിൽ അടി കിട്ടിയത്. അപ്പം എന്തായാലും അച്ഛൻ്റെ തല്ലി കിട്ടാത്തൊരു മോൻ അച്ഛൻ അവിടെ ആയതുകൊണ്ട് ബഹ്റിലുള്ള അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്നു. സയൻറ്റിസ്റ്റ് ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അമ്മ, അമ്മമ്മ, കുടുംബം അടക്കം അങ്ങനെയാണ്. ഒരു 3-4 ബോഡിഗാർഡുമാരാണ് വന്നേക്കുന്നത്. എല്ലാവരും ഓണം ആഘോഷിച്ചു എന്നുള്ളൊരു തിമർപ്പിനി. അപ്പോൾ ഇന്നത്തെ സൂപ്പർ കിഡ്സിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ കാണുകയും അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പാലക്കാട് കുങ്ങാട് നിന്ന് വന്നിരിക്കുന്ന തേജാലക്ഷ്മി കുറുമ്പി കാണിക്കുന്നു. സയൻറ്റിസ്റ്റ് ആകും അല്ലേ? മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന ഒരു സമ്മാനം. മഞ്ഞക്കിളിക്ക് മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന ഒരു സമ്മാനം. ബഹ്റിലുള്ള അച്ഛൻ കാണുന്നു മിൽക്ക വണ്ടർ കേക്ക്. ഇനിയും അച്ഛനോട് മിഠായി കൊണ്ടുവരാൻ പറയാം. എല്ലാ കുട്ടികൾക്കും ഇനിയും നല്ല ഭാവിയും നല്ല ജീവിതങ്ങൾ നല്ല സുഖകരമാവട്ടെ, നന്നായിട്ട് പഠിക്കട്ടെ, മിടുക്കന്മാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുസൃതികളും വികൃതികളുമായി നമുക്കിനി വീണ്ടും കാണാം. ഇപ്പോൾ നമുക്ക് ഉണ്ണാം, ഉറങ്ങാം. നാളെ വീണ്ടും കാണാം.